നമസ്കാരം. നമ്മളിന്നേ ഒരു വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണേ. ഇതങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല കേട്ടോ, ഒരു പാർക്കോ ടൂറിസ്റ്റ് പ്ലേസോ ഒന്നുമല്ല. വൈകുന്നേരം ചില ദിവസങ്ങളിൽ നമ്മൾ വന്ന് ഇവിടെ ഇരിക്കും. പക്ഷെ നമ്മൾ ഇരിക്കുന്നത് പലപ്പോഴും സന്ധ്യാസമയത്താണ് വന്നിരിക്കുന്നത്. സന്ധ്യാസമയത്ത് ഈ പകലൊന്നും വന്നിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര വെയിലാണ്. ചുറ്റും ഒന്ന് കാണിച്ച ജേസ, ഭയങ്കരമായി മരങ്ങളൊന്നുമില്ലാതെ. പകലൊന്നും ഇവിടെ വന്നിരിക്കാൻ പറ്റത്തില്ല, വെയിലാണ്. ഇവിടെ വരുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടിൽ മടുത്ത് ചത്തിരിക്കുമ്പം സന്ധ്യയ്ക്ക് ഇവിടെ വന്നിരിക്കണം. ഭയങ്കര സുഖമാണ്, ഭയങ്കര മനസ്സിന് ഭയങ്കര സുഖമാണ് ഇവിടെ വന്നിരുന്നാൽ. നമ്മൾ വൈകുന്നേരം ഇങ്ങനെ വന്ന് ഇവിടെ കാറ്റ് കൊള്ളാൻ ഇങ്ങനെ ഇരിക്കും. അന്നേരം ഇവിടെ ഈ കണ്ടത്തിലൊക്കെ ചൂണ്ടയിടുന്ന ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ കുറേ ചേട്ടന്മാർ ഇതിലേ നടന്നിതാണ്ട് ആ കണ്ടത് അവിടെയൊക്കെ വെള്ളമുണ്ട്, ചൂണ്ടയിടുന്ന ആൾക്കാരുണ്ട്, കുറേ പേര് നടക്കാനുണ്ടാവും. പക്ഷെ സന്ധ്യ സമയത്ത് വരണം. ആ സൈഡിലൊക്കെ ആ പുല്ല് കണ്ടില്ലേ, അതിനകത്തൊക്കെ ഇഷ്ടം പോലെ മീനുണ്ട്. മീനെന്ന് പറഞ്ഞാൽ ഈ മുഷി പോലത്തെ സാധനം ഇല്ലേ, ചേറിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വന്നിരിക്കുമ്പം സന്ധ്യാസമയത്തൊക്കെ ഈ ചേട്ടന്മാർ പിടിക്കുന്ന കാണുന്നുണ്ട്. നല്ല മഴയുള്ളപ്പോൾ ഒക്കെ മീനങ്ങ് കയറും. ഭയങ്കര ഇത് ഈ കണ്ടത്തിൽ കൂടി അല്ലേടാ ഇന്നാൾ ഒരു വലിയ പാമ്പ് പോയത്, വീഡിയോ വന്നത്. അതിവിടെ ഈ കണ്ടത്തിൽ കൂടെയാണ്. നല്ല രസം, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വൈകുന്നേരമായി. പക്ഷെ ഞാനിവിടെ മിക്കവാറും വന്നിരിക്കാറുണ്ട് കേട്ടോ. കൊതുകൊന്നും അങ്ങനെ വലിയ കൊതുക് ശല്യമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. നല്ല രസമായി. ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു പൂന്തോട്ടം പോലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, മറ്റേ സോളാറിൻ്റെ ലൈറ്റും ഗാർഡനൊക്കെ. അപ്പം ഇപ്പം അതൊക്കെ കാട് കയറി നിൽക്കുക. പക്ഷെ വേനൊക്കെ വന്ന് വരുമ്പോഴത്തേനും പൂക്കളും ചെടിയും മാത്രമേ ഉള്ളൂ. ഈ പുല്ലൊന്നും കാട് കയറിയിരിക്കില്ല. അപ്പം നമ്മൾ സൈഡിൽ ഇങ്ങനെ ഇരിക്കും വൈകുന്നേരം വന്നിട്ട്. വല്ലതും തരണേന്നും പറഞ്ഞ് പിച്ചക്കാരിരിക്കുന്ന പോലെ ഇരിക്കാം. റോഡ് സൈഡിൽ ആ തിടിലും വഴി ഇരിക്കാം. കുറേ പേരുണ്ട് ഇങ്ങനെ ഇരിക്കാൻ. എല്ലാവരും നടക്കാനും വൈകുന്നേരം നടക്കാൻ ഒരുപാട് പേര് കാണുമേ. പ്രായമായ ആൾക്കാരൊക്കെ നടക്കാൻ വരുന്ന സ്ഥലം. പിന്നെ ഡ്രൈവിങ് പഠിക്കാൻ വരുന്ന ആൾക്കാർ ഒരുപാട് പേര് കാണും. കാരണം ഡ്രൈവിങ് പഠിക്കാൻ ഇവിടെ നല്ല വീതിയാണ്, നല്ല സ്ട്രെയിറ്റ് റോഡുമാണ്. ഞാനിവിടെ വന്നിട്ടാണോടാ ഫസ്റ്റ് ഓടിച്ച് നോക്കുന്നത്? അല്ലല്ലേ? അയ്യോ, അവന്മാരുടെ വണ്ടി ഇടിച്ചിപ്പം ഞാൻ ചത്തനെ. എന്തോന്നടാ തടിയാ എന്നെ തട്ടി തട്ടി നടക്കുന്നത്? എന്നെ തട്ടി ഞാനിപ്പോൾ റോഡിൽ കിടന്നു. നല്ല രസമില്ലേ? പക്ഷെ ഇപ്പം വണ്ടി ഒത്തിരി വണ്ടിയുണ്ടല്ലേടാ. നമ്മൾ കുറച്ചും കൂടെ സന്ധ്യയായിട്ടാണ് വരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊരു പർപ്പസ് ഉള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ വന്നു. നേരത്തെ വന്നപ്പം വണ്ടിയാണ്. ഇച്ചിരി കൂടി ഒരു സന്ധ്യ മയങ്ങുന്ന നേരത്താണെങ്കിൽ അധികം ആളില്ല, നടക്കാനുള്ള ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ഇത്രയും പാഞ്ഞ് വണ്ടി പോകത്തില്ല. വണ്ടിയൊക്കെ ലൈറ്റ് ഇട്ട് നല്ല 100-110 ഇതിലേ അങ്ങ് പോകും. എന്നാ ഭംഗിയാണ് കാണാനൊന്നും. നല്ല രസമാണ്. നിങ്ങൾ കാലൊക്കെ നീട്ടി ഈ തിടിലും വഴി ഇരിക്കും. അയ്യോ എന്ത് പുല്ലാണോ, പുല്ല് പറിച്ചാലോ. ഉണ്ടോ നല്ല വള്ളിപ്പുല്ല് നിൽക്കുന്നുണ്ടോ? എടാ ഇത് കണ്ടോ തുമ്പച്ചെടി. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ആരാണ്ട് തുമ്പച്ചെടി തോരൻ വെച്ച് കഴിച്ചിട്ട് മരിച്ചുപോയി. ഒരു ഫോട്ടോസ് ചെയ്ത് ഞാനിങ്ങ് പോവുക ചേട്ടൻ പൊക്കും. അതെ, തുമ്പച്ചെടി തോരൻ വെച്ച് കഴിച്ചിട്ട് ആരാണ്ട് മരിച്ചു പോയായിരുന്നു. ഇതാണ് തുമ്പ. ഇത് കണ്ടോ, ഇതാണ് തുമ്പപ്പൂ. ഓണം ആകുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് തുമ്പപ്പൂ. എന്നെ കൊല്ലാനാ? ഇതെടുത്താടാ. ഇത് കണ്ടോടാ, ഇത് നല്ല ചെടിയാണെന്ന് തോന്നുന്നു. ചെടിയാണോ? വാ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? നല്ല രസമായിട്ടോ. ഇവിടെ മുഴുവൻ മഞ്ഞ കോളാമ്പി പൂവാ, മഞ്ഞപ്പൂ. ഇത് മൊത്തം ഒരു 2 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. 2 കിലോമീറ്റർ ഉണ്ടല്ലേ ജയ്സ? ഇത് അത്രയും ദൂരം ഉണ്ട്. അത്രയും ദൂരം ഇങ്ങോട്ടും ഉണ്ട്. അത്രയും ദൂരം നമുക്ക് നടക്കാം. ഒരു 2 റൗണ്ട് നടക്കുമ്പോൾ 4 കിലോമീറ്റർ ആവും. പിന്നെ കുറേ അരളിയുണ്ട്. അരളിയാണ് ഇതിൻ്റെ നടുക്ക് മുഴുവന്. ഈ കോളാമ്പി പൂവിൻ്റെ കൂട്ടത്തിൽ അരളിയാണ്. വേനക്ക് ഇത് പൂത്ത് നിൽക്കും. ഭയങ്കര രസം. ഇത് കണ്ടില്ലേ, ചുമന്ന അരളിപ്പൂ. അരളിയും കഴിക്കാൻ പാടില്ല. ഇന്നാൾ ആരോ അരളി കഴിച്ചു മരിച്ചു. ഈ സാധന ഇത് കീഴാർനെല്ലിയാ. മഞ്ഞപ്പിത്തത്തിനൊക്കെ ഉള്ള മരുന്നാണ് ഇത്, കീഴാർനെല്ലി.
ഇത് കണ്ടോ നല്ല തുളസിയുടെ മണമാണ് ഇത്. തുളസിയുടെ എന്തോ തുളസിയോ പനിക്കൂർക്കയുടെയോ എന്തോ അങ്ങനത്തെ വകഭേദത്തിൽപ്പെട്ട സാധനമാണ്. ഇത് കണ്ടോ നല്ല തുളസിയുടെ മണമാണ്. ഇത് മറ്റേ കോതപ്പുല്ല. ഈ സാധനമേ തോരൻ വെക്കുന്ന ഇതൊന്നും എടുത്തേടാ. ഈ സാധനം എന്നാന്ന് സൂസമ്മച്ചിക്ക് അറിയാം. സൂസമ്മച്ചി ഇത് തോരൻ വെക്കുന്ന ഇതെന്നാന്നൊന്ന് പറയണം കേട്ടോ അമ്മച്ചി. ഇത് നല്ല ഈ ഹെർബിൻ്റെ മണ. ഹെർബൽസ്. ഞങ്ങളെ പണ്ട് പുല്ലിയെത്താനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോടാ, ഇത് കണ്ടോ ഈ സാധനമൊക്കെ തന്നെ ചെത്തിയെടുക്കും. ഇതൊക്കെ കൊടുത്താൽ പശുവിന് ഭയങ്കര പാലുണ്ടാവുമെന്നും പറഞ്ഞ് ഈ സാധനമൊക്കെ തന്നെ ചെത്തുമായിരുന്നു. പിന്നെ ഒരു ആനച്ചോവടി എന്നും പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്, ആനയുടെ ചുവട് പോലെ ആനച്ചോവടെ. അതൊന്നും ഇപ്പോൾ കാണാനില്ല. ഇത് പക്ഷേ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഈ സാധനം എന്നതാണോ? മുതിരയാണോ? അല്ല, ഇതെന്ത് സാധനം ഇടാ? ഇത് തോരൻ വെക്കുന്നതാണെന്ന് എനിക്കറിയാം. നല്ല ബേക്കറിയുടെ ബട്ടറിൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ബൈപ്പാസ് തുടങ്ങുന്നത്. ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററോളം ഉണ്ട് ബൈപ്പാസ്, 2 സൈഡിലായിട്ട്. അങ്ങോട്ട് നമ്മൾ ഈ കോതമംഗലത്തുനിന്ന് കട്ട് ചെയ്ത് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന റോഡിൽ ചെന്ന് ചാടുന്ന വഴിയാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് മറ്റേ എരമല്ലൂർ കൂടി പെരുമ്പാവൂരൊക്കെ ചെല്ലുന്ന റൂട്ടാണ്. ഈ പ്രദേശത്തിന് പറയുന്നത് എളമ്പ്ര എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വാ, ഇവിടുന്ന് അങ്ങ് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് നടന്നു പോവാം. വൈകുന്നേരം ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ഉള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. ഇത് ജിമ്മാണോ? ഇതെന്താ സംഭവം? ഇത് ഹൈവേ വോക്കേഴ്സ് മിനി ജിമ്മ്, യുണൈറ്റഡ് ഗ്രൂപ്പ് ഓഫ് വോക്കേഴ്സ്. നടപ്പുകാർക്കുള്ള ജിമ്മാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് എന്താ സംഭവം, എന്താ മീനിങ്സ് എന്നറിയില്ല. ഇതിനകത്ത് എന്താ അതിൻ്റെ ഉദ്ഘാടനം, സ്നാക്സൊക്കെ വിൽക്കുന്ന സ്ഥലമാണോ? ഇത് തുറന്നിട്ടില്ലാത്തതുകൊണ്ട് ഇതെന്നാ സാധനമൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ അപ്പുറത്ത് വഴി കൂടെയാണ് നടന്നു വന്നത്. ഇനി ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് 1 വേ ആണ്. അങ്ങോട്ട് നടക്കണം 2 കിലോമീറ്റർ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ സന്ധ്യാസമയത്താണ് വരുന്നത്. സന്ധ്യാസമയത്ത് വന്നിരുന്ന് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തൊരു ഈ വേറൊരു ബൈപ്പാസ് ഉണ്ട്, മറ്റേ ചെറുവള്ളിത്താഴ്ത്തി ചെല്ലുന്ന ബൈപ്പാസ്. ആ ബൈപ്പാസിൻ്റെ അറ്റത്തൊരു കടയുണ്ട്. അവിടെ കയറി ഒരു ചായയും കടിയും കഴിച്ചിട്ട് നമുക്ക് പോകാം. ഇവിടെ ഈ മറ്റേ എന്നാ മലബാറിലൊക്കെ കിട്ടുകയില്ല, വയനാട് കയറി പോകുമ്പോൾ മുട്ട കിട്ടും. അതുപോലെ മുട്ട പുഴുങ്ങി വെച്ചേക്കും. അത് അവിടെ മസാല ചേർത്ത മുട്ടയാണ്. ഇത് മസാല ചേർത്ത മുട്ടയൊന്നുമല്ല, മറ്റേ മസാലയൊന്നുമില്ല. അത് മുട്ട ഉപ്പൊഴിച്ച് പുഴുങ്ങി വെച്ചേക്കും. ഉപ്പും കുരുമുളക് പൊടിയും ഒരു പാത്രത്തിൽ വെച്ചേക്കും. പൊളിക്കുക കഴിക്കുക. വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി പോകണം. ഇവിടെ വണ്ടിക്ക് ഭയങ്കര സ്പീഡായിരിക്കും. ഇത് മറ്റേ മുള്ളുവേങ്ങ എന്ന് പറയുന്ന മരമാണ്. ഇതേ കണ്ടോ, മുള്ളു പോലെ നിറയെ മുള്ളാണ്. ഇതിവിടെ വന്ന് കണ്ടാലേ അറിയത്തുള്ളൂ. ഇതുണ്ടോ വലിയ റിലാക്സ് ചെയ്ത് ചാരി ഇരിക്കണം, മുള്ളു കൊണ്ട് കയറും. ഇത് കണ്ടോ മുള്ള്, ഇതാണ് മുള്ളുവേങ്ങ. നിറയെ മുള്ളായിരിക്കും. ഈ മുള്ളുവേങ്ങയുടെ മുള്ള എന്തിനാ ഉപയോഗിക്കുന്ന കാര്യമൊക്കെ പറയുന്നേക്കാം അമ്മച്ചിയൊക്കെ. ഇത് കൃഷിസ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്, വരമ്പൊക്കെ എടുത്തിട്ടേക്കുന്നത് എന്തെങ്കിലും നടാനായിരിക്കും. പക്ഷേ കഴിഞ്ഞ മാസത്തെ വെള്ളത്തിന് ഇതിവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ടാവാനാണ് സാധ്യത. കാരണം വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് നമ്മൾ സ്ഥിരം വരുമ്പം നമ്മളിവിടം വരെ ഒന്നും വരത്തില്ല, ചിലപ്പോഴെങ്ങാനും വന്നാലേ ഉള്ളൂ. ഒരു പകുതി കണ്ടിട്ട് ഇരിക്കുന്ന നല്ല സ്ഥലമുണ്ട്. ഇപ്പോൾ അവിടെ കാടാണോ എന്നറിയത്തില്ല. ഞാനൊരു ചെടിയുടെ ചുവട്ടിൽ, ഒരു മഞ്ഞ ചെടിയുടെ ചുവട്ടിൽ, ഒരു ചെത്തിയുടെ ചുവട്ടിലാണ് സാധാരണ ഇരിക്കാറ്. അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് പോയി നമുക്ക് ഇച്ചിരി നേരം ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ആ ചേട്ടൻ്റെ കടയിൽ പോയി ചായ കുടിക്കാം. നല്ല ചായയും മുട്ട പുഴുങ്ങിയതും നല്ല കടികളുണ്ടാവും, ഭാഗ്യം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ തീർന്നു കാണും. എന്തായാലും ഒരു മുട്ട കാണും, മുട്ട കഴിക്കാം. നമ്മളെ ഈ സമയത്താണ് ഇവിടെ വരേണ്ടത്. വന്നു കഴിഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വെട്ടമൊക്കെ പോകുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് നേരത്തെ വന്ന് വീഡിയോ എടുത്തു. എന്നിട്ട് ഇപ്പം നമ്മളിവിടെ വന്ന് റെസ്റ്റ് എടുക്കും. സാധാരണ ഞാനിരിക്കുന്ന സ്ഥലമാണ് ഇത്. ഈ മഞ്ഞപ്പൂവിൻ്റെ ആ ചെത്തിയുണ്ടോ, ചുമന്നൊരു, അത് ഇച്ചിരി പൊക്കം ഉണ്ടായിരുന്നു ആ ചെത്തിക്ക്. പൊങ്ങി പൂവിട്ട് നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കും, നല്ല രസമാണ്. അപ്പോൾ ഇവിടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ കാടൊക്കെ കയറി കിടക്കുക. ഇതിനപ്പുറത്തോട്ട് താമരയോ വെള്ള കളറ് വലിയ പൂവുണ്ടാകുന്ന ഒരു അമ്പലാണോ താമരയാണോ ഉണ്ട്. അതിങ്ങനെ ഒരു പ്രദേശം മുഴുവൻ ഉണ്ടായി നിൽപ്പുണ്ട്.
നല്ല രസമുണ്ട്. നമ്മളിവിടെ വിശാലമായിട്ട് കാലൊക്കെ ഇങ്ങനെ നീട്ടിയിരുന്നാൽ കാലെടുത്ത വണ്ടിക്കാർ കൊണ്ടുപോകും. ചിലപ്പോൾ കാലൊക്കെ നീട്ടിയിരിക്കും, പക്ഷെ നല്ല രസമല്ലേ ജോജി? നമ്മൾ ഇവിടെ ഇരുന്ന് മറ്റേ ഇൻസ്റ്റയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേ ജയ്സ? ഇവിടെ നിന്ന് ഇൻസ്റ്റയുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മൈൻഡ് ഭയങ്കര കൂളായിട്ടിരിക്കും. ഇവിടെ ഭയങ്കര സ്പീഡിലായിരിക്കും വണ്ടി വരുന്നത്. നമ്മൾ കാലൊക്കെ ഒതുക്കി വെച്ചിരുന്നോണം. ആരും അങ്ങനെ കാലൊന്നും മൈൻഡ് ചെയ്യില്ല. ആ അടിപൊളി. എവിടെയാ വീട്? ആണോ? കോതമംഗലം തന്നെയാ? ഞങ്ങൾ മൂവാറ്റുപുഴ. ആ വീഡിയോ എടുക്കാൻ ഞങ്ങളുടെ കസിന്റെ വീടുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ മിക്കാറും ഇവിടെ വന്ന് വൈകുന്നേരം ഇരിക്കുന്ന കണ്ടത് ഫാമിലി വ്ളോഗായിട്ട് എടുക്കുന്ന. ഇത് മക്കളാ രണ്ടുപേരും. ആ ഓക്കെ. നല്ല പ്ലസന്റ്. ആ ചെറുക്കനെ കണ്ടാൽ ഭയങ്കര സന്തോഷം തോന്നും. നല്ല ചിരിച്ച മുഖം. അതിന്റെ വൈഫ് കൊള്ളാം, അതുകൊണ്ടാണ്. അതിന്റെ വൈഫേ ഇവൻ എന്നെ ട്രോളാൻ തന്നെ ഇരിക്കുവാണോ? അപ്പ നിന്റെ അപ്പൻ എന്നെ കരഞ്ഞോണ്ടായിരിക്കുന്നത് ഉണ്ടോ? ഇപ്പൊ സന്ധ്യ ആയപ്പോ ആള് കുറഞ്ഞില്ലേ? സന്ധ്യ ആയപ്പോ ആള് കുറയും. ഇങ്ങോട്ട് മാത്രമേ ഇനി വണ്ടികൾ കാണുള്ളൂ. ഈ പെരുമ്പാവൂരിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾ മാത്രമേ കാണുള്ളൂ. അങ്ങോട്ട് വലിയ അധികം വണ്ടികൾ കാണുകയില്ല. അപ്പോൾ നമുക്കിവിടെ വന്നിങ്ങനെ നല്ല പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. കുറേ കിളികളും ഒക്കെ കാണും. ഇവിടെ മുഴുവനേ മറ്റേ ഈ കണ്ടത്തിൽ മുഴുവന് പായ ഉണ്ടാക്കുന്ന ആ താഴെ നമ്മൾ എവിടെ പോയപ്പോഴാണ് കണ്ടേ? തട്ടേക്ക ഭൂതത്താങ്കെട്ട് പോയപ്പോൾ കണ്ട ആ തഴയുണ്ട് ഇവിടെ ഒരുപാട്. പക്ഷേ ഇതിനകത്തൊന്നും ഭയങ്കര ചതുപ്പാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് മീനൊക്കെ ഉള്ളതാണ്. അതിനകത്ത് ഇറങ്ങി വെട്ടലൊന്നും നടക്കില്ല. അതിങ്ങനെ കണ്ടോ കൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇവിടെ ഇരിക്കുമ്പം ജോജിക്ക് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ദാഹിച്ച ജോജി ഇതേണ്ട അവിടെ പോയിട്ട് വെള്ളമൊക്കെ മേടിച്ചോണ്ടിരും, സ്നാക്സ് മേടിച്ച് കഴിക്കും. അങ്ങ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ടൗണാ. നമുക്ക് പോയി ചായ കുടിക്കാൻ പാ. നിനക്കെന്നോടോ എന്റെ മൂക്ക് വേടാ അവിടെ ഇടാ. ആ വണ്ടി പോട്ടെ. കേട്ടാ ടാറ്റാ. ചായ കുടിക്കാൻ പോ. നീ അവിടെ ഇരിക്കും. വാ. ആ ആക്റ്റീവക്കാരനെ പേടിപ്പിക്കാതെടാ. അയാളെ പോട്ടു. ഇതാണ് നമ്മൾ പറഞ്ഞ പഞ്ഞിക്കെട്ട് പോലത്തെ താടിയുള്ള ചേട്ടൻ. ക്രിസ്മസ് ആയാലും അപ്പൂപ്പനാകും കൊണ്ടാകുന്നുള്ള. ഞങ്ങൾ ബോംബെയിലൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴൊരു സാധനം എടുത്ത് വിശേഷമൊന്നുമില്ല മാതിച്ചേട്ടാ. അങ്ങനെ പോകുന്നു. മാത്തുചേട്ടൻ്റെ ചോദ്യം കേൾക്കുമ്പോഴേ വയറ് നിറയും. പിന്നെ ചായ ഒന്നും കഴിക്കേണ്ടത്. മാത്തുചേട്ടൻ്റെ ഓൺ സ്നാക്സ് ഒക്കെ ഉണ്ട്. മാത്തുചേട്ടൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി അല്ലേ? ഒരാള് വരുന്നു. കണ്ടോ? ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ വരാൻ പറഞ്ഞിട്ട് പോയിട്ട് അപ്പൊ വരണം. അന്നേരേ നമ്മൾ എവിടെയോ പോയിട്ട് വന്ന വഴിയായിരുന്നല്ലേ. എനിക്ക് തലവേദന കൂടിയിട്ട് ഇവിടെ മരുന്ന് മേടിക്കാൻ നിർത്തിയതായിരുന്നു. എന്നിട്ട് പിന്നെ ഇവിടെ കയറി നോക്കിയപ്പോ ഉണ്ട് BP കൂടുതലാണ്. ഗുലാബ് ജാമിന്റെ ജ്യൂസ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലടാ. നിനക്ക് ചായയാണോ? നാരങ്ങ വെള്ളം. നിനക്കോ? ആ 2 സോഡ നാരങ്ങ വെള്ളം, ഒരു ചായ. നാടൻ ചായ. നാടൻ ചായ. മാത്തുചേട്ടൻ്റെ സ്പെഷ്യൽ ചായ. സ്ട്രോങ് ആണ്. അതാ ഞാൻ ലൈറ്റ് ചായയുടെ ആളെ. ഇതൊക്കെ ഈ അപ്പം ചേട്ടനെ അല്ലാത്ത കുറേ നിൽക്കുന്ന ചേട്ടനെയാണ്.
കുഞ്ഞൊന്നും പറയാനില്ല. മുട്ടയ്ക്ക് ലിമിറ്റൊന്നും ഇല്ലെന്നല്ലേ എത്രയായാലും വേണമെങ്കിൽ ശനിയാഴ്ച പഠിത്തമുണ്ട്. ഇന്നില്ലേ നിനക്ക് പഠിത്തമുണ്ട്? നീ അല്ലേ പറഞ്ഞേ ശനിയാഴ്ച സ്വാതന്ത്ര്യദിനത്തിന് അവധി വന്നിട്ട് പഠിത്തം പറ്റുമല്ലോ. ശനിയാഴ്ച എന്തോ പച്ച കളറില്ല കളർ അടിച്ചിട്ട് കലണ്ടറിൽ അതുകൊണ്ട് അത് സ്വാതന്ത്ര്യത്തിന്റെ അവധിയൊക്കെ തിരിച്ചു കൊടുക്കണം. ചായ കുടിച്ചു, സ്നാക്സ് കഴിച്ചു, 3-4 മുട്ട കഴിച്ചു. ഞാൻ 2 മുട്ട കഴിച്ചു. 2, 3 ഈ ക്ലാസ് അതിൻ്റെ പറ അതില്ല അവിടെ ഇല്ല മാതിച്ചേട്ടനെ നിർത്തിയിട്ട് പറഞ്ഞു. മാത്തിച്ചേട്ടനെ നിർത്തിയിട്ട് വൈകിട്ട് പറഞ്ഞില്ല. എന്നാലും മാത്തിച്ചേട്ടൻ്റെ ഗുലാബ് ജാം അടിപൊളിയായിരുന്നു കേട്ടോ. അതിവിടെ ഈ 2 രൂപയ്ക്ക് കിട്ടുന്ന ആണോ? അപ്പോൾ കുറേ ഇങ്ങനെ മുട്ട തീർന്നു. ഇനി വരുന്നവർക്ക് മുട്ട ഇല്ലല്ലോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ ചെറിയൊരു ബ്ലോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ലൊരു കമൻറ്റ് തരണേ. ഇപ്പോൾ അതിൽ വന്ന് ഇടയ്ക്കൊരു ചായയൊക്കെ കുടിച്ച് നോക്കണം. നല്ല സൂപ്പർ ചായ കിട്ടും. ഈ ലൈറ്റൊക്കെ കണ്ട ഒരു വൈകുന്നേരം ഇവിടെ